ഇന്ന് ബേബി വീഡിയോന്റെ ഷൂട്ട് എടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പൊ ഞങ്ങള് ഒരാളെയും കൂടെ, സോനു ഓൾറെഡി ഉണ്ട് ഇതിനകത്ത് ക്യാരക്ടറായിട്ട്, അപ്പൊ അതും കൂടെ കൂട്ടിയിട്ടൊക്കെ ഒരു ക്യാരക്ടർ ആക്കിയിട്ട് ബേബി വീഡിയോ ഇല്ലേ. പിന്നെ നെഞ്ചക്കിന്റെ വീഡിയോയിൽ എടുത്തത്, ആ വീഡിയോയിൽ ചെറുങ്ങനെ ബേബിന്റെ ഒരു അംശം ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അന്നപ്പോ അതുകൂടെ കണക്ട് ചെയ്തൊക്കെ എടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ മഴയുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ മഴ ഉള്ളത് കൊണ്ട് തന്നെ വണ്ടിയൊക്കെ എടുത്ത് പോയി എല്ലാവരും കൂടെ ഒരുമിച്ചായിട്ട് വൈബൊക്കെ അടിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. എപ്പിസോഡ് പ്ലാൻ ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മഴ അങ്ങോട്ട് പെയ്ത് ഒരു രക്ഷയില്ല. ചെറുങ്ങനെ പെയ്യുണ്ട്, അതുകൊണ്ട് ഷൂട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ ജസ്റ്റ് കുറച്ചേരം ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് മഴ നിൽക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് എടുക്കൂല്ലേ, ഇവിടെ തന്നെ എന്തെങ്കിലും ഒപ്പിക്കും. ആ പാറൊക്കെ അവിടെ ഉണ്ട്, ആ ഗോപു ഉണ്ടാവും ഈ കഥയില്. അതേപോലെ അപ്പൂസിന്റെ ഒരു അടിപൊളി അഭിനയിക്കും കാഴ്ച വെക്കാൻ പോണേ. അതേപോലെ ഇത് വേറൊരു ലീഡിങ് ക്യാരക്ടർ ആയിട്ട് വരുന്നത് നമ്മുടെ സോനു ആണ്. പാറു എന്ത് തോന്നുന്നു സോനുയിലേക്ക് വരുന്നതിന് എന്താ എന്റെ അഭിപ്രായം? ഈ ബേബി വീഡിയോയിലേക്ക് പൊളിക്കോ? എന്റെ കണ്ടന്റ് മോശമാണ് എത്ര കാലത്ത്. ഇതാണ് സോനു. കേസ് മാറ്റിയടാ. ഇതാണ് സോനൂസ്. സോനു അഭിനയിക്കുമെന്ന് അക്കെന്താ തോന്നുന്നേ? അപ്പുവിന്റെ കൂടെ അഭിനയിക്കുന്നതിൽ എന്താ എന്റെ അഭിപ്രായം? അപ്പു ഈ ഫ്രണ്ട്സ് ആയോ? എന്റെ ഫ്രണ്ടാണോ അപ്പു? നിങ്ങൾ അഭിനയിച്ച് തകർക്കുവോ? എനിക്ക് വേണ്ടി ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകാം. എന്തെങ്കിലും എന്നെ കളിയാക്കുന്ന എന്തെങ്കിലും സംഭവമായിരിക്കും. അത് 100% ഉറപ്പാണ് അല്ലേ? എന്താണ് ചിരിക്കുന്നത്? എന്തിനാണ് ചിരിക്കുന്നത്? എന്താണ് ഉണ്ടാക്കിയേ? എന്താ തോന്നുന്നത്? അപ്പൂരെന്താ തോന്നുന്നത് എന്താക്കിന്ന്? ഒന്നും തോന്നുന്നു. സാധനൊക്കെ ആയിട്ട് പാലെത്തിണ്ട്. എന്താ സാധനം പറയോ? ഈ ഉണ്ടാക്കിയാന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം പറഞ്ഞതായി ഇപ്പൊ ഉണ്ടാക്കിയ സാധനം ഇപ്പൊ എത്തും കാണാം ലൈവായിട്ട്. ഉണ്ടാക്കിയ സാധനം ഉണ്ട് കേട്ടോ അവരതില്. അതിപ്പോ കാണിച്ചുതരാം. എന്താ ഇഡ്ഡലിയും പോലത്തെ ഐറ്റാണെന്നാ പറഞ്ഞേ. എന്തൊക്കെയായാലും സാധനം സർപ്രൈസ്. മച്ചാനെ കാണിച്ചുണ്ടോ എന്താ സാധനം? കാണിക്ക്. എടാ പ്ലേ ബട്ടനാ? ഐഡിയൽ നന്ദു 10 എന്താ താഴെ സ്ഥലട്ടാ. അപ്പൊ 1 മില്യന്റെ പ്ലേ ബട്ടൺ എടേ? 1 മില്യന്റെ ഇത് സിൽവർ പ്ലേ ബട്ടൺ ആണല്ലോ. ഗോൾഡൻ പ്ലേ ബട്ടൺ അല്ല. ഗോൾഡ് ഉണ്ടോ? ഏടെ ഗോൾഡ് ഉണ്ട്. ഇത് ഉണ്ടാക്കിയാ? ഇത് സൂപ്പർ ആയിട്ട് ഉണ്ടാക്കിയാണെങ്കിൽ. ഇത് പാറുണ്ടാക്കിയടേ നോക്കട്ടെ. ഇത് ഗോൾഡൻ പ്ലേ ബട്ടൺ ആണെന്ന് പറയുന്നത്. ഓറഞ്ചാ? അങ്ങനെയും പറയുന്നുണ്ട്. ഒരു സിൽവർ പ്ലേ ബട്ടണും ഒരു ഗോൾഡ് പ്ലേ ബട്ടണും കൂടെ ആയി എന്റെ ലിസ്റ്റിലേക്ക്. ഇഷ്ടമായോ അപ്പുവിന് പ്ലേ ബട്ടൺ? അപ്പുവിന് വേണോ പ്ലേ ബട്ടൺ? പുതിയ നടിയാട്ടോ വരാൻ പോണേ. ഇതാണ് ചീരാമുളക് കറി സർബത്ത് ആണോ? മോളെ പേര് പറയോ? പേര് പറയാൻ പറ്റുമോ? ഇല്ലയോ? ഇല്ലല്ലോ. പേര് റിവീൽ ചെയ്യോ? റിവീൽ ചെയ്യും. അതിന്റെ തലയാട്ടുന്നേ ചീരാമുളകാന്ന് പറഞ്ഞാൽ ഞാൻ പോയിക്കോളാം. ചീരാമുളകാണോ? ആണോ? ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഒരാൾ കൂടെ. ഓടല്ലേ ഇവിടെ? അത് പിന്നെന്താ? ഓരോ പപ്പടം അങ്ങനെ ഷൂട്ടുകാരൻ തുടങ്ങാൻ പോവാണ്. മഴ കുറഞ്ഞിട്ടുണ്ട്. ആന്നല്ലോ പറഞ്ഞ നേരത്തെ ചെരുപ്പെടുത്ത് കാല് തച്ചടിക്ക. എന്താ പറഞ്ഞേ? കുഞ്ഞാറ്റ പറഞ്ഞേ കേക്കണം ഗൈസ്. ഓളെ സെറ്റാക്കാനുള്ള എന്തെങ്കിലും ഒരു സെറ്റാക്കി തരണേ എന്നാ പറഞ്ഞത്. വാ ഓളെ സെറ്റാക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി ഭഗവാക്കി കാണിച്ചു തരണേ. ഭഗവാക്കി കാണിച്ചു തരണേ. അതൊക്കെ ും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി പോവാണ്. എന്ത് നല്ല പുല്ലുമീൻ നല്ല ആട്ടിങ്ങോട്ട് പൊരിക്കും. കേട്ടില്ലേ? ഇതാണ് സോനു.
സോനു എന്ന് പറഞ്ഞാ അങ്ങനെയാണ്. ഇപ്പം കൂട്ടത്തില് ഒരു ഇതാരെ വീടാ ഗസ് ചെയ്യാൻ പറ്റുമോ? ആരെ വീടാ ഇത്? ആരെ വീട്? അന്റെ വീടാ? ഗസ് ചെയ്ത് അപ്പൊ ശരിയാക്കിയോ? ഈ മക്കളൊപ്പം എന്ന് പറഞ്ഞാണ്ടല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരിങ്ങനെയാണ്. മക്കളെ കളി ഉണ്ടാവില്ലേ മോനെ? കുട്ടികളി ഇവനെയും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുകയല്ല. രണ്ടും ഭയങ്കര ഡിഫറെന്റ് ക്യാരക്ടർ കേട്ടോ. അപ്പു എന്ന് പറഞ്ഞ മോസ്റ്റ് സൈലന്റ് പേഴ്സൺ ഇൻ ദിസ് യൂണിവേഴ്സ് ആണ്. ഇവൻ എന്ന് പറഞ്ഞ എങ്ങനെയാ സോനിയോ? ഈ എങ്ങനെയാ? മനുഷ്യ കൗണ്ടർ എന്നൊക്കെ പറഞ്ഞ അവനെ കഴിഞ്ഞിട്ടുള്ളു കൗണ്ടർ ഇല്ലേ? ഇല്ലേ? എന്താ പേപ്പർ എടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചതിന് ഇവൻ പേപ്പറൊക്കെ എടുത്ത ആൾ അടിപൊളി കേട്ടോ. പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തരും. പക്ഷെ ചിലപ്പോ ഇവനെയും കാട്ടും വലിയ കച്ചറയാ. ക്ലാസിക് സീൻ ഐ തിങ്ക് സോ. ഇതില് മൂഡ് നനഞ്ഞു പറഞ്ഞ സീൻ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടാവും. ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റിംഗ് ആവുന്ന സാധനം എന്താ പറയുക? ഈ വണ്ടി ഇങ്ങനെ പോവാം നടക്കുന്നൊരു വണ്ടി റൂട്ടും കാര്യങ്ങൾ നടക്കില്ല. എത്ര നേരം വണ്ടി പോന്ന്. സീനൊക്കെ കഴിഞ്ഞ് മച്ചാൻ അടിപൊളി അഭിനയിച്ച് വീട്ടിൽ പോയിട്ട് കുറച്ചുകൊണ്ട് പറഞ്ഞു കേട്ടോ. പപ്പടം കളിക്കട്ടോ അവിടെ പോയിട്ട്. പപ്പടം ഇപ്പോ സോനന്റെ സീൻ കഴിഞ്ഞ് സോനെ വീട്ടിൽ കൊണ്ടുപോയി തട്ടാണ്. അതിനുശേഷം കുറച്ചേ ഉള്ളൂ ഇവരെ സീൻസും കാര്യങ്ങളും എടുക്കാനുള്ളത്. അപ്പു പാറു കോമ്പിനേഷൻ ആക്കി ഉണ്ടാവുക. എടുക്കണം. ചെക്കന് ഓൺലൈൻ ക്ലാസ് ആണ്. അതുകൊണ്ട് ആള് നേരത്തെ പോയി. ഇത്രയും നേരം പിരിപിരി കളി തന്നെയാണെന്ന്. എന്തായി മോനെ പഠനമൊക്കെ? എന്താ ലോറി എന്തിനാ മോനെ കളിക്കാനായി? ഈ ഒരു ബേബി എപ്പിസോഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ട് എപ്പിസോഡെ കൂടെ കണക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ തോനെ നേരത്തെ വീഡിയോ എടുക്കാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ പിന്നീടാണ് ഇന്ദുമോളെയും എല്ലാരും കൂടെ വെച്ചിട്ടുള്ളത് എടുത്തത്. ശേഷം വീണ്ടും ഞാൻ ബേബിയുടെ വീഡിയോയിലേക്ക് ഫുള്ള് തെറ്റാട്ടോ. ഇവിടെ കുറെ കാലത്തിന് ശേഷം ബേബിയുടെ കൂട്ടിയാണ്. കുറെ ആയി ഇവിടെ അഭിനയിച്ചിട്ട് ഇന്ന് അടിപൊളിയാക്കി ചെയ്യുന്നു വിചാരിക്കുന്നു പാറു. കണ്ട പുണ്ണി കിടിലൻ ചോപ്പ് ഡ്രസ്സ് കഴിഞ്ഞിട്ടോ. ഇപ്പൊ ഡ്രസ്സൊക്കെ മാറ്റിക്കാഞ്ഞിണ്ടാവും. അതല്ല ഇനി കോസ്റ്റ്യൂം മാറ്റി ചോപ്പായിട്ടിനി. ചാപ്പ് രസം ഉണ്ടേനി. നല്ല ഭംഗിണ്ടേനി. ചോപ്പായിനി ഭംഗി. ഉണ്ണി ഫുള്ള് നല്ല ലുക്ക്. ചോപ്പിൽ കഴിഞ്ഞിട്ടിനി. ഇപ്പൊ ചോപ്പ് മാറ്റി കഴിഞ്ഞോള്. പാറ എന്തേലും രസോ? മറ്റേനി അടുത്ത വീഡിയോ ചോപ്പിടണേ. അപ്പൊ ഇവരാരും വീഡിയോ കാണട്ടോ. പാറ് പിന്നെയും കാണില്ല. ഇവര് ഇയാള് തീരെ കാണല്ലോ വീഡിയോ. ബേബി വീഡിയോ കാണൂല. ഇവർക്ക് നാണ കാണാം. എന്താ പറയാ ഇവരിങ്ങനെ നല്ലതാ പറയുന്നത്. ഒരാൾക്ക് ചെറുങ്ങനെ ചീത്ത കേട്ടു. അതാ ഓക്കാട്ടോ ചീത്തട്ട് നിക്കല്ലേ. ഇതാ വെക്ക് മുടി എന്താ എന്റെ മുടി എന്താ കുഴപ്പോ? പറ നടക്ക്. ലെയർ കാണണല്ലേ? ലെയറാണ് മെയിന് ഇല്ലേ പാറു? പിന്നീട് അതിന് ശേഷം ഓരോരോ ഷോർട്സ് 1 by 1 വെച്ച് എടുത്തു തുടങ്ങുകയാണ് ചെയ്തത്. നല്ല രീതിയിലുള്ള ഷോർട്സും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ എടുക്കുകയായിരുന്നു ചെയ്തത്. ഇവർ കുറച്ചുകൂടെ വലിയ ആൾക്കാരായതുകൊണ്ട് തന്നെ പറയുന്നത് കുറച്ചുകൂടെ മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതേപോലെ നമ്മളിപ്പോൾ ഷൂട്ടൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ വലിയ ആൾക്കാരെ വെച്ച് പ്ലാൻ ചെയ്യാൻ ബെറ്ററാണ്. ബട്ട് വയസ്സാവും തോറും അവർക്ക് മറവിയും കൂടും. ഓവർ വലുപ്പം പാടില്ല, ഓവർ ചെറുപ്പവും പാടില്ല, ഒരു പാക ലെവല്. ഇപ്പൊ ബേബി വീഡിയോന്റെ സീൻസും കാര്യങ്ങളും ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഭിനയിക്കുന്നുണ്ട്. ചെറിയ കട്ട് ഷോട്ട്സും കാര്യങ്ങളും വെച്ചുള്ളൂ. പാറുമായാലും ഉണ്ണയായാലും കാര്യം പെർഫെക്റ്റ് ആണ്. എന്ത് കാര്യം എടുക്കുമ്പോഴും ചെറിയൊരു ഐഡിയ മനസ്സിലുണ്ടായത്. ബാക്കിയൊക്കെ നമുക്ക് കട്ട് ഷോട്ട് കാര്യങ്ങൾ വെച്ചിട്ട് ഓരോ ഡയലോഗ് വെച്ച് അവരെ കൊണ്ട് പറയിപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോ ആംഗിൾ വെച്ച് ഓരോ സ്ഥലത്തു നിന്ന് വെച്ച് ഒരു ഡയലോഗ് ഒരാളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് മറ്റൊരു ഡയലോഗ് ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ ത്രൂ ഔട്ട് എടുക്കുകയാണ് ചെയ്യുക ഷോർട്സും കാര്യങ്ങളൊക്കെ. അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഓരോന്ന് വെച്ച് എടുത്ത് തീർക്കാവുന്നതാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഉണ്ണീൻ്റെ കാര്യമായാലും പാറുൻ്റെ കാര്യമായാലും ഇവരൊക്കെ പറയുന്നതും കാര്യങ്ങളൊക്കെ വൃത്തിക്ക് ചെയ്ത് തരുന്നതുകൊണ്ട് തന്നെ സംഭവം നമുക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാനും അതേപോലെ തന്നെ എല്ലാ കാര്യവും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനും പറ്റും. ഓരോ സാധനവും അങ്ങനെ തന്നെ ഉള്ളൂ. വലിയതായിട്ട് ഒന്നുമില്ല. നമ്മൾ ഓരോ എലമെൻറ്റ്സ് ഓരോ ഷോർട്ടേജ് വെച്ച് അങ്ങനെ എടുത്ത് തീർക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതൊക്കെ എൻ്റെ ഷോർട്സും കാര്യങ്ങളും ജസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ. മക്കളൊക്കെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. വീട്ടിലേക്ക് അപ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് കഴിഞ്ഞ് ഉണ്ണീൻ്റെയും പിന്നെ അതേപോലെ പാറുവിൻ്റെയും സീൻസ് എടുത്ത്
ഇനിയിപ്പോൾ ഇന്ദുമോളും പാറും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. നൈറ്റ് ആയി, അതിൻ്റെ മുമ്പ് അതുകൂടെ എടുത്ത് തീർത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റപ്പ് ആയെന്ന് വിചാരിക്കുന്നത്. അത്രേ ഉള്ളൂ. സെറ്റപ്പ് ചെയ്ത് ഉഷാറായിട്ട് കാര്യമായിട്ട് കൈ വെച്ച് പൊത്തല്ലേ കാണില്ല. അതെന്താ അറിയോ, ഞാൻ വൈകുന്നേരം ഷൂട്ടും കാര്യങ്ങളും ഇത് അപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പാറിനെ നേരെ വീട്ടിലാക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി പാറിനെ ഇറക്കിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. അത്രയേ ഉള്ളൂ പ്ലാന്. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ബേബി വീഡിയോ ഇപ്പോൾ 23ാമത്തെ എപ്പിസോഡ് എടുത്തത്. എന്തായാലും ഈ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്താ അയ്യോ എന്തിനാണ് സിരിക്കുന്നേ? എന്തേനു അക്കൊരു കുഷ്ടി കുട്ടിയാടോ മോനെ ഇത് കടിക്കുന്നു നിസാരക്കാര് പറയടോ. ഈ വിചാരിക്കുന്ന പോലെ നിസാരക്കാരനല്ലേ? ഫോക്കസ് ചെയ്ത് നടക്കാൻ പറയൂ. മണ്ണപ്പ വേണ്ട, ഒരു തേങ്ങ കൊലിയും വേണ്ട. ഐഡിയ ചോദിച്ചപ്പോ ഐഡിയ പറഞ്ഞില്ലാനും പറ്റൂല. മോനെ അങ്ങനെ സർപ്രൈസ് ഉണ്ട്. 10 റുപ്യല്ലേ കണ്ടാല് എന്ത് കളിയാണ്. രണ്ട് ചവയ്ക്കുമ്പോഴേ എന്റെ പൊടി വരും. അതല്ല ഗ്രീൻ ഗ്രീൻ അതാണ് മറ്റേ ബബിൾ കോളത്തെ ബൂമറല്ലേ? ബബിൾക്ക് ബൂമറല്ലേ? ബബിൾക്ക് പോലത്തെ ബൂമറല്ലേ? അല്ലടോ, ബൂമർ പിന്നെ ബബിൾക്കല്ലേ? ബൂമർ പിന്നെ ബബിൾക്കല്ലേ? എന്തൊക്കെയാ പറയണോ? ബൂമർ ബബിൾക്കല്ലേ? ഈ പ്രാവശ്യം ഇമോഷണലി ഈ പ്രാവശ്യം ഇമോഷണലി ഒന്ന് പിടിച്ചോക്ക്. അപ്പൊ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആവും. നടക്ക് അത് ഞാൻ പറയില്ല. അച്ഛനാണെന്ന് അമ്മ. ആരമ്മ? എന്റെ അമ്മ. നേരത്തെ അച്ഛനേനി. രണ്ടാൾക്കാരും എന്ത് ആ വിളിച്ചോ പോയി ചോദിച്ചോക്ക്. ഇല്ല നിക്ക്, ഞാൻ ഒരു മിനിറ്റ് പണ്ണ പിന്നെ അടിച്ചില്ലേ? ഞാൻ അടിച്ചില്ല. അപ്പോ 2 എണ്ണം അടിച്ചില്ല. ഐ കാൻ ബിലീവ് ഇറ്റ് മൈ ഐസ്. ഇപ്പോഴെങ്കിലും ഞാൻ പോവാടെ അധികം നേരം നിക്കല്ല. ഞാൻ പോവാ. എന്താ തൊള്ളി കാട്ടിക്കണേ? ഞാൻ പോവേ.
ഓരോ ഷോർട്സും കാര്യങ്ങളും ഇപ്പം പിള്ളേരുടെ എടുത്തു കഴിഞ്ഞ് ഇപ്പം അടിപൊളിയായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട് മക്കൾസൊക്കെ. അപ്പോൾ ഇവരെ ഷോർട്സും കാര്യങ്ങളും എടുക്കുന്നതിൻ്റെ ഓരോ ക്ഷീണത്തിലും കാര്യങ്ങളും എല്ലാവരും ഉഷാറാണ്. പാറു ആയാലും അപ്പു ആയാലും ഗോപു ആയാലും സോനു ആയാലും ഇതാ പിന്നെ നമ്മളെ അപ്പുക്കുട്ടൻ ആൾ ഉഷാറാണ്. അപ്പുക്കുട്ടൻ്റെ അവസാനത്തെ സീനൊക്കെ അടിപൊളിയാണ്, കിടലിനായിട്ട് ചെയ്യുന്നുണ്ട്. എന്നൊക്കെ പറഞ്ഞാൽ ലാസ്റ്റിലെ ഡ്രോൺ ഷോട്ട് കൂടിയാണ് വെക്കാൻ പോകട്ടോ. ഇനി ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പ്രത്യേകിച്ച് പുതുതായിട്ട് എടുത്ത് പഠിച്ചോന്നല്ല, ചെയ്ത് ഓവർ ടൈമായിട്ട് ഇതൊക്കെ ചെയ്ത് പഠിച്ചാട്ടോ. അല്ലാതെ കോഴ്സും ക്ലാസ്സും ഒന്നും പോയിട്ട് പഠിച്ചത്. ഒരു കാര്യം കിട്ടുമ്പോൾ ചെയ്ത് പഠിക്കാനുള്ള മനസ്സുണ്ടായാൽ മാത്രമേ. അതിനുശേഷം വരെ കോർഡിനേറ്റ് ചെയ്ത് ഓരോ ഷോട്ട്സും 1 by 1 വെച്ച് എടുക്കുക എന്നുള്ളതായിരുന്നു. ഡ്രോൺ ഫ്ലൈ ചെയ്യുന്ന ഒരൊറ്റ ഷോട്ടുള്ളൂ. അപ്പോൾ 2 സൈഡിലേക്ക് അവർ നടന്ന് പോകുന്ന സീനിന് മാത്രം എടുക്കാനുള്ളൂ. അപ്പോൾ ആ സീനിന് വേണ്ടി ഡ്രോൺ മുകളിലേക്ക് ഫ്ലൈ ചെയ്തതിന് ശേഷം അവിടെ പ്ലേസ് ചെയ്തിട്ട് ബാക്കോട്ടേക്ക് ഒന്ന് പുഷ് ബാക്ക് ചെയ്യുന്ന രീതിയിൽ സീന് വലിക്കുന്നത് മാത്രം എടുക്കാനുള്ളൂ. അത് മാത്രമാണ് ഞാൻ എടുത്തത് വന്നപ്പോൾ. അപ്പോ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ. നിങ്ങളെ നടന്നോടോ പൊട്ടന്മാരെ. ശരിക്കും പറഞ്ഞാൽ പാറിനോട് ഗോപനോടും തിരിച്ച് വീട്ടിലേക്ക് നടക്കാൻ വേണ്ടി പറഞ്ഞു. അവർ പക്ഷേ അത് കേട്ടില്ല. അവരതിന് വരെ അവിടെ നിന്ന് വന്നപ്പോൾ അതോടെ ആ സീനായിട്ട് ഫ്ലോപ്പായി. പിന്നെ സ്കെയിലായിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ സീൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളി അതിൻ്റെ ഷോട്ടൊക്കെ അതാടാ കൂടെ ഇങ്ങനെ പോണോ ഈ വീഡിയോ അത്യാവശ്യം ടൈം എടുത്തെടുക്കുന്ന വീഡിയോ ആണ്. അത്രയും കുട്ടികളെ മേയ്ക്കുക പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും മക്കളെ ഇനി ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വേറെ ആയിട്ട് കാണാം. പിന്നെ എടുത്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ, ഒന്നുകൂടെ ഇടുന്നുണ്ട്. അവള് ഇന്നെങ്ങാനും വരുമോ? ഓളക്ക് ഭയങ്കര ഇഷ്ടേനി. ഓക്കൊരു ചാടേ. അപ്പോൾ ഓളെ സെറ്റാക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി എനിക്ക് ഭഗവാൻ കാണിച്ചു തരണേ. എന്താണ് മോനെ ഇവിടെ ഇരിക്കുന്നത്? ഒന്നുമില്ല സോനൂട്ടാ, ഞാൻ ഇവിടെ ഇരിക്കുക. എന്നെ കണ്ടിട്ടുണ്ട്, പന്തികേട് പോലെ ഉണ്ടല്ലോ. ഒരു പന്തികേടും ഇല്ല മോനെ, ഞാൻ ഇവിടെ ഇരിക്കട്ടെ. എന്നെ കുറേ ആയാലും ഈ ഏരിയയിലൊക്കെ കണ്ടിട്ട് അങ്ക് പോകുമ്പോഴൊന്നും വേണ്ടല്ലോ. എന്താ? അയ്യോ എന്തിനാണ് ചിരിക്കുന്നേ? മോനെ എന്റെ കാര്യമൊക്കെ ഞാൻ ഇറങ്ങി. അതൊക്കെ ആ സമയത്ത് അങ്ങ് നടന്നു പോയി. ഓക്കെന്നെ ഇഷ്ടല്ലടോ. ഓളൊക്കെ സെറ്റ് ആവണം, അതല്ല എന്റെ മനസ്സിലുള്ളത്. അതൊക്കെ തന്നെ എന്റെ മനസ്സിലുള്ളത്. പക്ഷെ റെഡി ആവൂലടോ. അതൊക്കെ റെഡി ആവണം. മനസ്സിൽ വിചാരിച്ചാൽ നടക്കാത്ത ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ? കൊറേ കാലമായി ഞാൻ മനസ്സ് വിചാരിക്കുന്നു, അതൊന്നും റെഡി ആവില്ലടാ. ഈ മനസ്സിൽ വിചാരിക്കണ്ട, ഈ മനസ്സിൽ വിചാരിക്കുന്നതൊക്കെ ആകാശത്ത് കാണുന്നുണ്ട്. മോനെ പഞ്ച് ലൈൻ ഇറക്കാണ്ട് വർക്കൗട്ട് ആവുന്ന എന്തെങ്കിലും ഐഡിയ ഇറക്കും. ഒരു കുട്ടീനെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, പക്ഷെ ആളാരാന്ന് എനിക്കറിയില്ല. ആളാരാ അറിയുകയാണെങ്കിൽ ഞാൻ സെറ്റാക്കി തരുവേന്. ഓളെ പേര് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലാവോ? ഓളെ പേര് പാറൂന്നാ. പാറോ? എവിടെയോ ഒന്ന് കേട്ടുപരിചയമുള്ളൊരു പേരാ. എനക്ക് ഏടെ കേട്ടുപരിചയം ഉണ്ടാവാനാ? ഈ വിചാരിക്കും പോലെ നിസ്സാരക്കാരനല്ലേ ഞാൻ. പല കൊട്ടേഷൻ വർക്കും ഞാൻ എടുക്കാറുണ്ട്. പിന്നെ ഈ പാരാന്നാ? മോനെ ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, ഈ എൻ്റെ സീൻ പറയും, ഞാൻ റെഡിയാക്കി തരാം. എടോ എനിക്ക് നോളെ സെറ്റാക്കി തരും. ഈ എന്തെങ്കിലും ഒരു ഐഡിയ പറയും. അങ്ങനെ ആണെങ്കിലൊരു വഴിയുണ്ട്, ഞാൻ മുമ്പ് ചെയ്താണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്താണാവോ? പറഞ്ഞാട്ടോ തമ്പുരാനെ. മോനെ ആദ്യം അവളെ വീട് പറയും, ഇന്ന് ഞാൻ സെറ്റാക്കി തരാം. ഓളെ വീട് അറിയാൻ ഞാൻ ഓളെ സെറ്റാക്കൂലടോ പൊട്ട. അതെന്താ അപ്പൊ അങ്ങനെ ഇടൊക്കെ? ഒരു വീടും ചോദിച്ചു തന്നാണ്. എനിക്ക് ഓളെ വീട് അറിയില്ല, അതന്നെ. മോനെ ഓള് നിൽക്കുന്ന സ്പോട്ട് പറയും, ഞാൻ സെറ്റാക്കി തരാം. പ്രത്യേകിച്ചൊരു സ്പോട്ടൊന്നുമില്ല, ഓളെ കണ്ടിട്ട് കുറേ ആയി. എടോ ഞാൻ പറയുന്നൊന്ന് ഈ കേക്കുണ്ടോ? ഒന്ന് കേക്ക്. ഞാൻ പറയുന്നൊന്ന് ഫോക്കസ് ചെയ്. ഫോക്കസ് ചെയ്തത് ക്യാമറയോ? വെള്ളം പ്രേമൊന്നുമില്ല. ഈ കാലത്ത് വെള്ളം ബസ് വിളിക്കുന്ന എടാ മണ്ട ചിരി നിർത്തി. ഇതിനകത്ത് എന്തെങ്കിലും പറയാൻ പറ്റുന്ന കാര്യം ഉണ്ടേ പറയ്.
മോനെ പോയി നല്ല മണ്ണപ്പം ചുട്ടുകൊണ്ടുവരി, നല്ല ടേസ്റ്റ്. മണ്ണപ്പം വേണ്ട, ഒരു തേങ്ങാ കൊലയും വേണ്ട. ഈ ചെങ്ങയ്ക്ക് ഒരു ഐഡിയ ചോദിച്ചപ്പോൾ ഐഡിയ പറഞ്ഞു തരാനും പറ്റൂല. കള്ള പന്നി. സീരിയസ് ആയല്ലേ, ഞാൻ പറയുന്നൊന്ന് കേൾക്കിങ്ങോട്ട് വാ. എന്നോടൊന്നും പറയാനില്ല. മോനെ നിനക്ക് അക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ് ആടോ കുറങ്ങ? മോനെ അക്കൊരു സർപ്രൈസ് ഉണ്ട്. മൂട് നനഞ്ഞോ? എങ്ങനെ? ഈ പോടാണ്, നിന്റെ മൂടൊന്നും നനഞ്ഞില്ല. ഈ ഇരുന്നോട്ട് വെള്ളം ഉണ്ടായിട്ടേക്കും. മച്ചാനെ അത് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ സോൾവ് ചെയ്ത് തരാം. ഇതൊക്കെ ഞാൻ ഫണ്ണാക്കി എടുക്കേണ്ടി വരൂല്ലേ? ഇതല്ലേ ഈ പറയുന്നത്? ഇനി ഫണ്ണൊന്നുമില്ല, ഈ പറയുന്നൊക്കെ ഞാൻ കേൾക്കാം. എന്റെ ബേബിനോടുള്ള ഇഷ്ടം തുറന്നു പറയണം. അതാണ് എന്റെ മനസ്സിലുള്ളത് ഇപ്പൊ. എടാ അവളെ കാണാണെങ്കിൽ എൻ്റെ കൂടെ എനിക്ക് ഒറ്റയ്ക്ക് സപ്പോർട്ട് ഉണ്ടാവും. സപ്പോർട്ട് ഉണ്ടായിട്ടൊന്നും കാര്യമില്ലടാ. ഓള് സെറ്റ് ആവുന്ന തോന്നുന്നില്ല. ഇത്രയും കാലം നല്ല സ്നേഹത്തിലല്ലേ അവളോട് റെസ്പോണ്ട് ചെയ്ത്. ഈ പ്രാവശ്യം ഇമോഷണലി ഒന്ന് പിടിച്ചു നോക്കാം, അപ്പൊ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആവും. നോക്കാം, പക്ഷെ ഓളെ കാണണ്ടേ? ഓളെ കണ്ട ഞാൻ ഉണ്ടാവും എൻ്റെ കൂടെ. അതാ പാറു വരുന്നതാ. കട്ടയ്ക്ക് സപ്പോർട്ട് നിൽക്കും, ഞാൻ ഉണ്ടാവും കൂടെ എപ്പോഴും പറയുന്നൊരു ചെങ്ങായി ഉണ്ടാവും. കാര്യത്തോടെടുക്കുമ്പോൾ ആളെ വിധം മാറും അല്ലേ? അത് പണ്ടും അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ. ഞാൻ ഇപ്പൊ വരെ ആളെന്തായാലും നൈസായിട്ട് സ്കൂട്ടായി. എന്തായാലും ഈ അപ്പുക്കുട്ടൻ പാറുവിൻ്റെ അടുത്ത് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു ഇപ്പൊക്കെ എന്നെ കണ്ടങ്ങടെ അറിയാം. എന്താ എന്റെ കൂടെയുള്ള ആളെ കാണില്ലല്ലോ? ഓ മൂത്രയ്ക്കാൻ മുട്ടുണ്ട് തന്നെ പോയതാ. അല്ലെന്താ എനിക്ക് മൂത്രയ്ക്കാൻ മുട്ടുണ്ടോ? ഏയ് വെവിനുണ്ടാവും മൂത്രയ്ക്കാനൊന്നും മുട്ടൂല. അല്ല എന്താ ഈ വഴി സാധാരണ എന്നെ ഇവിടെ ഒന്നും കാണില്ലല്ലോ. അസാധാരണമായ വഴി കൂടെ വന്നാലല്ലേ എന്നെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈനെ കൂടെ പിടിച്ചത്. മോനെ അധികം നേരം അടക്കണ്ട, എന്റെ ഏട്ടന്മാരുള്ളത് അവിടെ. എനിക്ക് ഏട്ടന്മാരൊന്നും പേടില്ല, കാരണം എന്റെ അച്ഛൻ ഫയർഫോഴ്സിലാ. എന്റെ വീട്ടിലൊക്കെ ഓരോ കാണുമ്പോ ഉണ്ടായാ മതി. ബേബി നമുക്ക് കുറച്ചു നേരം നടന്ന് സംസാരിച്ചാലോ? ആ നടന്ന് സംസാരിക്കാം. എന്റെ മൈൻഡ് ഒന്നും റെഡി ഇല്ല എന്നാണല്ലോ ഉണ്ണിമോൾ അറിഞ്ഞേ. ആ പാറുമോളെ, ഈ ഇല്ലായിട്ട് എന്റെ മൈൻഡൊക്കെ എന്തോ പോലെയാ. ബേബി നിങ്ങൾ പലരും വിചാരിക്കണ്ടാവും ഇത് സ്വപ്നാണോന്ന്. ശരിക്കും പോലും വിചാരിച്ചത് സ്വപ്നാണോന്ന്. പക്ഷെ സത്യം പറഞ്ഞാ ഇത് സ്വപ്നമല്ല, ഇതൊരു സത്യമാണ്. എനിക്കും വിശ്വസിക്കാൻ പറ്റില്ല ഇത് എങ്ങനെ നടന്നില്ലേ. ഓ അപ്പുവിന്റെ മുഖത്തുള്ള സന്തോഷവും പാറുവിന്റെ മുഖത്തുള്ള സന്തോഷവും അത് കാണുമ്പോൾ തന്നെ മനസ്സിന് ഫുള്ളൊരു കുളിർമ. പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. കൊറേ നേരമായി കാത്തുക്കുന്നു. ഇല്ല, 2 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. എത്ര നേരമായി അറിയാം കാത്തുക്കുന്നു? ഇയല്ലേ വരാൻ പറഞ്ഞല്ലേ ഞാനാണോ? എന്നിട്ടാ കാത്തുക്ക് മടി. എന്റെ ആവശ്യത്തിന് ഞാൻ ഇവിടെ വരെ വരുന്നത്, അല്ലാണ്ടൊന്നുമല്ലല്ലോ. എനിക്ക് ഒരാവശ്യമില്ല എന്നെ കൊണ്ട്. ഈ പറയുന്നത് ഞാൻ ചെയ്യുന്ന അത്രയും. എനിക്കൂടെ ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ ചിട്ടാ പറയുന്നത്. ഈ കേട്ടേക്ക് വന്ന് മോളെ ഹെൽപ്പായിട്ട് ഒന്നും വേണ്ട, ഈ കാര്യം പറയും. എടി അപ്പൊ ഭയങ്കരമായിട്ട് ഡൗണാ. ഈ ഒന്ന് മനസ്സിലാക്കി. അതിന് ഞാൻ എന്ത് മനസ്സിലാക്കാനാ? ഈ അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞേക്ക്. ഓൻ ചെറിയ കുട്ടിയല്ലേ, കുറച്ച് കഴിയുമ്പോൾ അവനോട് മറന്നേക്കോളൂ. ആ എന്നിട്ട് വേണോ ഉപ്പന്റെ പുറകെ? ഓൻ കാണുന്ന പോലെയല്ല, ഓൻ ഭയങ്കര വിളച്ചില്ല. പറഞ്ഞു എന്തായാലും മറന്നോളൂ. ഓ ഇനി എന്താ വിളിക്കല്? ആ നോക്ക് അറിയാത്ത പോലെ ബേബി എന്നല്ലേ വിളിക്കല്. അതിനിപ്പോ എന്തിനാ ചിരിക്കുന്നത്? എന്റെ ഒരു സന്തോഷം കിട്ടുന്ന പോലെ. ആ ബേബി എന്നുള്ള വിളി കേട്ട ആരാ ചിരിക്കാത്ത? മൊയിന്ത്. ഓൻ ബേബിന്നോ സ്വീറ്റിന്നോ എന്തൊക്കെയാ വിളിക്കുന്നൊക്കെ അറിയാം, എന്റെ വായിന്നും കേൾക്കാൻ വേണ്ടിട്ട്. സമാധാനായില്ലേ? എന്റെ വായി തന്നെ കേട്ടില്ലേ? ഈ കാര്യം പറയും. എടി ഇക്കായിട്ടൊന്നും വേണ്ട, എന്നെ കൊണ്ട് പറ്റിയ ഓനൊരു ഉപകാരം ചെയ്തു. പറയും എന്താ ചെയ്യണ്ടേ? ഈ ഓനെ നീട്ടി ബേബീന്നായിട്ട് വിളിച്ചോ, അത്ര മതി. ഔന്റെ മോളെ ബേബി എന്നൊക്കെ വിളിച്ച സീനാണ്. എനിക്ക് വയ്യോന്റെ കളിയാണ്. സീനൊന്നാവില്ല, ഒരു കുഴപ്പമില്ല. എന്ന് പറഞ്ഞു ചെറിയ കുട്ടിയല്ലേ, മറന്നോളൂ. വിശ്വസിക്കന്നെ. ഔന്റെ മോളെ ഞാൻ വിശ്വസിച്ച് അന്നെ വിശ്വസിച്ച് ഞാൻ വെടിയെത്തി. പ്ലീസ് ഇനി ഓന്റെ കാര്യം പറയല്ലേ. എനിക്ക് കുറച്ച് സമാധാനം വേണം. എന്റെ സ്വപ്നത്തിലടക്ക പൊന്ന് പഹയനാ വന്ന് കിടക്കണേ. എന്റെ മോളെ സ്വപ്നം ഫുള്ള് സാഡ് സ്വപ്നം, മൊത്തം വൈബില്ലാത്ത സ്വപ്നം. ഇനി ഈ തെയ്യം കളിക്കുന്ന നിർത്ത്. എന്നിട്ട് ഞാൻ പറയുന്നത് കേക്ക് മോളെ. അവൻ ഷുവറായിട്ട് എന്നെ മറക്കും. അവൻ ചെറിയ കുട്ടിയാ. ഈ കറക്റ്റ് ആയിട്ട് പറയും, ഞാൻ അതുപോലെ ചെയ്യാം. ഇനിയിപ്പോ ഞാൻ കാരണം വിഷമിക്കണ്ട. ഞാൻ പറയുന്നത് കേട്ടോ, വൃത്തിക്കും വെടുപ്പിലും ഞാൻ പറഞ്ഞുതരാം. ആ പറഞ്ഞോ. ആദ്യം അവന്റെ അടുത്തേക്ക് മെല്ലെ നടന്ന് പോവാ. നടന്ന് ഞാൻ പോയി. എന്നിട്ട് അവനെ നോക്കി ഇങ്ങനെ നിൽക്കുക. മുഖത്തേ നോക്കി നിന്നിട്ടോ കുറച്ചൊരു സോഷ്യൽ ഡിസ്റ്റൻസ് വിട്ടേക്ക്. എന്നിട്ട് പറയാം, കാരണം സ്മെല്ലടിക്കും. പല്ലേച്ചുണ്ടല്ലോ. നമ്മളിപ്പോ എവിടെത്തി? ഞാൻ മറന്നുപോയി. നിന്നോടത്ത് വരെ എത്തി. ആ അതേമാതിരി ഇരുന്നു. ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഓനിനി ബേബീനായിട്ട് നീട്ടി വിളിച്ചോ, നൈസായിട്ട്. ഓക്കെ അതിൽ തീർന്നില്ലേ?
അതിലൊന്നും തീർന്നില്ല, ഇനിയുണ്ട്, ബാക്കിയുണ്ട്. ബാക്കി ഇനി എന്താണ് മോളെ? ഇതെന്നെ ഭയങ്കര ഓറ. ഈ ബേബിന്ന് വിളിക്കുമ്പോ അപ്പു എന്താ ചെയ്യല്? അപ്പൊ ബേബി നിൽക്കുമ്പോ തലേന്ന് നിൽക്കും, അത്രേ ഉള്ളൂ. ഒന്ന് ഇളക്കി കാണിച്ച എങ്ങനെയാണ്? അത് വേണം. ഇളക്കി കാണിക്ക്. മുഖം എന്താ ഗോസ്റ്റ് പോലെ? മരിയെ കാണിക്കടി. ബേബി അങ്ങനെയൊന്നല്ല, മരിയെ കാണിച്ച. ബേബി ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, കുറച്ചുകൂടി ശ്രദ്ധിക്കാണ്ട്. നീ എന്താണോ ശ്രദ്ധിക്കാനുള്ളത് വേണമെന്ന് പറഞ്ഞേരി. ബേബിയും കണ്ണടക്കലോ കുറെ കഴിഞ്ഞാ വേറൊരു സാധനം ഉണ്ട് എൻ്റെ അടുത്ത്. എന്നാ ഉണ്ണി മോള് കാണിച്ചാട്ടെ, ഞാൻ പഠിച്ചോളാം. ബേബി എന്ന് പറഞ്ഞ തലയാട്ടുന്നതിൻ്റെ കൂടെ ചെറിയൊരു സാധനം കൂടി, അത്രേ ഉള്ളൂ. ആ എന്ത് സാധനം? ബേബി ഉണ്ണിമോളി കാണിച്ച ഐറ്റം ഉണ്ടല്ലോ, ആ ഐറ്റാണ് ഇനി പുതുതായി വരാൻ പോണൊരു പുതിയൊരു സാധനം. എന്നാ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ ട്രൈ ചെയ്ത് നോക്ക്, നല്ലതാ. ബേബി അങ്ങനെ പാറും അത് ട്രൈ ചെയ്ത് നോക്കി. ഇനി ഈ ട്രൈ ആണ് പുതിയ ട്രൈ ആയിട്ട് പാറും എല്ലാവരുടെ അടുത്ത് കാണിക്കാൻ പോണത്. കറക്റ്റ് ഇത് മതി, ആ ഹാപ്പി ആയിക്കോളൂ. അപ്പനോടുള്ള സ്നേഹം കൊണ്ടല്ല കേട്ടോ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞോണ്ട്. പറഞ്ഞോണ്ട് എന്നല്ല, ഇപ്പം തന്നെ പോയി പറഞ്ഞു. ഇപ്പൊ വേണോ? ഇപ്പൊ പറഞ്ഞേക്ക്, എന്നാ കാര്യം പറഞ്ഞോളൂലേ. ആ ഞാൻ പറയാ, ഈ ഒന്ന് അവിടെ ഒരു കുറച്ചേരം എൻ്റെ പോരുമോ? അതിനിപ്പോ നമ്മ ഇപ്പം തന്നെ പോയി പറയാം. ഓ നടന്ന് അങ്ങോട്ടേക്കാണല്ലോ പോണത്. എന്തായിരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞുള്ള അവസ്ഥ? ഓ ഇനി പറയണോ? അത് പറയാക്കാനും കഴിയൂല, പറഞ്ഞേക്കെന്തായാലും. ഓളെ ഒരു ചിരി, ഓളെന്തോ സംഭവമാണെന്നുള്ള വിചാരം. എന്നാലേ മോള് പോയിക്കോ, ഞാൻ പോവാ, രാത്രിയില്ലേ. അല്ല ഈ പോവല്ലേ? ഞാൻ പോയിക്കോ, എനിക്ക് വേണം പോയി പറയാം. എന്നെ കൊണ്ടാവാൻ പറ്റില്ല, എന്നെ കൊണ്ടേ പറ്റുള്ളൂ. അയ്യോ ഉണ്ണി പോയല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലേ പോ. ഇനിയിപ്പോ എങ്ങനെ പറയാ? കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പോവാ, അത്രയല്ലേ ഉള്ളൂ. ലൈഫ് അത്ര തന്നെയല്ലേ ഉള്ളൂ. ഈ ഉണ്ണി ഐഡിയ ആവൂല, ഉണ്ണി ഐഡിയ നമിച്ച ഞാൻ. അപ്പുകുട്ടാ ആ പാറു എന്താ വന്നേ? കേറിയിരിക്കുവാ. ആ ഇന്ദു ചേച്ചി എപ്പോഴാ വന്നേ? ആ കൊറേ ആയി വന്നിട്ട്. ഇരിക്കി. അല്ല ഇന്ദു ചേച്ചി, അപ്പുകുട്ടനെവിടെ? അപ്പുക്കുട്ടനെ മേമാന്റെ വീട്ടിൽ പോയത്. എന്തേ? അല്ല ഒന്നുമില്ല, വെറുതെ കാണാൻ വേണ്ടി വന്നാ. ഈ സന്ധ്യാസമയത്ത് അപ്പൂനെ കാണാൻ ഇങ്ങോട്ട് കേറി വരിക, നല്ല ഐഡിയ. അല്ല ഇന്ദു ചേച്ചി, ഞാൻ വെറുതെ വന്നാ. അല്ല ക്ലാസ് ഒക്കെ എങ്ങനെ പോണി? ക്ലാസ് ഒന്നും കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. ആകെ മൈൻഡ് എന്തോ പോലെയാ. അല്ല എന്ത് പറ്റും ചേച്ചി? മൊത്തൊരു വിഷമം പോലെ. ഇല്ലടാ വിഷമൊന്നുമില്ല, എന്നാലൊരു എന്തോ പോലെ. കണ്ണേൻ്റെ കാര്യം ഞാനും അറിഞ്ഞു. ചേച്ചിയാവുന്ന ഓർത്ത് വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ശരിയാവുന്ന എനിക്കും അറിയോ, നന്നായി നടന്നാൽ മതിയെന്ന്. ഞാൻ നന്ദനോട് ചോദിച്ചു നോക്ക് എന്താ പ്രശ്നം എന്നല്ലേ. ആ അതെന്തായാലും നന്നായി ചോദിച്ചു നോക്കൂ. എനിക്ക് എന്തായാലും ഹോസ്റ്റലിലേക്ക് പോകണം നാളെ. ആ എന്തായാലും ഞാൻ ചോദിച്ചിട്ട് പറയാം. എന്നാ ഞാൻ പോട്ടെട്ടോ. കണ്ണനൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയെന്ന്, അവൻ ഓക്കെ ആയാൽ മതിയെന്ന്. അവൻ തിരിച്ചു വരും എന്തായാലും, പ്രതീക്ഷ ഉണ്ട്. പാറുവിനോട് കാര്യമൊക്കെ പറഞ്ഞതല്ലേ, നന്ദുപ്പാപ്പനുണ്ടല്ലോ അവിടെ, എല്ലാം ഒരു മാനേജ് ചെയ്തോളൂ. അത് ഒരുപാട് അങ്ങ് നീങ്ങിപ്പോയില്ലേ. നമ്മൾ ഇവിടെ ഇല്ലേനെ ഉള്ളേനെ. അപ്പവും പാറും കൂടെ സിമ്പല് പിടിച്ചോടുത്ത് നിന്റെ ബാക്കിയൊക്കെ കാണണ്ടേ. ദാ കണ്ടോളി. മതി, വീട്ടിൽ പോയിക്കോ. ഇതിനോട് ഉണ്ണിമോള് പറഞ്ഞു, അത്രേ ഞാൻ ചെയ്തുള്ളൂ. എന്താ ബേബി, ഇത് പറഞ്ഞ് ചെയ്യിപ്പിക്കാനുള്ളതാണോ ഇതൊക്കെ? എനിക്ക് എന്നോട് ഇഷ്ടം തോന്നൂല, ഈ ആദ്യം മനസ്സിലാക്കി. എന്റെ അനിയനാണ്. പക്ഷെ എന്റെ ലവ് ട്രൂ ആണ്, അത് ഈ മനസ്സിലാക്ക്. ആ ഈ പറഞ്ഞൊക്കെ കേട്ട് മതി, വണ്ടി വിട്ടോ. വാ പാറുമോളെ, എമ്പൊക്കെ രാശം നടന്ന് സംസാരിക്കുക. ഞാൻ ബേബിനെ കാണാൻ ഞാൻ എത്ര ദൂരം എത്ര നാള് കാത്തിരുന്നിനി, എന്നിട്ടും ബേബിക്ക് എന്നോട് ഇഷ്ടം തോന്നിയില്ലല്ലോ. എങ്ങോട്ടാ അങ്ങനെ നടക്കണേ? ഏട്ടന്മാരൊക്കെ ആടെയുള്ളേ. ഏട്ടന്മാരുള്ള കാര്യം ഈ പറയണ്ടേ? എന്നാ വാ, നമുക്ക് ഇങ്ങോട്ടേക്ക് നടക്കാം. എങ്ങോട്ടാ മോനെ ഇങ്ങനെ നടന്നു പോണേ? വേണേ കുറച്ചു നേരം സംസാരിക്കാം, അത്രേ ഉള്ളൂ. കുറച്ച് തോനെ നേരം സംസാരിക്കാനുള്ള കാര്യമുണ്ട് ബേബി, പ്ലീസ്. വേഗം ഇങ്ങോട്ട് പറഞ്ഞൂടി. സ്ഥിരം പറയുന്ന കാര്യങ്ങളല്ലാതെ വേറെ എന്തുണ്ടേലി? ബേബി ഒന്ന് യെസ് പറഞ്ഞാൽ ഞാനങ്ങ് പോയിക്കോളാം. ആ യെസ്, പോയിക്കോ. ആ ശരിക്കും യെസ് ആണോ? ആ ശരിക്കും യെസ് തന്നെ. ഓ ബേബി, ഐ കാൻ ബിലീവ് മൈ ഐസ്. ഇപ്പോഴെങ്കിലും ഒന്ന് ഈ പറഞ്ഞല്ലോ. ആടാ, എനിക്ക് ഇഷ്ടമായി പോയി, അതുകൊണ്ടല്ലേ പറഞ്ഞേ. എന്നാ ഞാൻ പോട്ടെ ബേബി. പിന്നെ ഇത് ഉണ്ണി എന്നോട് പറയാൻ പറഞ്ഞു, അല്ല ഒന്നല്ല. ബേബി എന്തിനാ എന്നോട് അങ്ങനെയൊക്കെ വർത്താനം പറയുന്നേ? ഇപ്പൊ വാ, കുറച്ചേരം സംസാരിക്കാം. കുറച്ചേരം ഉള്ളൂ കേട്ടോ, ഞാൻ പോവാണേ. കുറച്ചേരം മതി, ആ നേരം കൊണ്ട് ഞാൻ എന്നെ സെറ്റാക്കി എടുത്തോളാം. സെറ്റാക്കാൻ എന്താ സിമെന്റോ? എൻ്റെ പൊന്ന് ബേബി, ഒരു ഫ്ലോയിലങ്ങ് വന്നു പോയതാ. അധികം ഫ്ലോ വേണ്ട, നിലത്തല്ല വഴിക്കല്ല, അടി വീണോ. അതൊന്നുമില്ല ബേബി, നല്ല ഗ്രിപ്പുള്ള ചെരുപ്പാ. പിന്നെ ക്ലാസ് തുടങ്ങാൻ പോയല്ലേ, ക്ലാസ് നല്ല മാർക്ക് വാങ്ങിക്കൊണ്ടി. എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നല്ലോണം പഠിച്ചോളേണ്ടി. പഠിക്കാൻ ഞാൻ സ്മാർട്ടാ, അതോർത്തൊന്നും ഈ വിഷമിക്കണ്ട.
ഈ അനക്ക് പഠിക്കാനുള്ള കാര്യം സമയത്തിന് പഠിച്ചാൽ മതി. ബേബി, ഞാൻ ബേബീൻ്റെ പുറകെ എങ്ങനെ നടക്കുന്നു? ബേബിക്ക് എന്നോട് എന്താ തോന്നാറ്? സത്യം പറഞ്ഞ എൻ്റെ മുഖത്തൊന്നും തരാനാവുന്നില്ല. നല്ല രസമുണ്ടല്ലേ ഈ തോട് കാണാൻ? ശരിയാ, നല്ല രസമുണ്ട്. ബേബി, എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. ഒന്നും സംസാരിക്കാനല്ല മോനെ, ഈ മെല്ലെ പോവാൻ നോക്കിയോ. ബേബി, അത് നോക്ക, ഒരു തുമ്പി. ആ കണ്ട്. അതിനെന്തേ? അതിന്റെ തൊട്ടപ്പുറത്ത് വേറെ ഒരു തുമ്പിയുണ്ട്. ആ അതിനെയും കണ്ട്. എന്നിട്ടിപ്പോ എന്താ? അതുപോലെ നമ്മളെ ലൈഫും രണ്ടും രണ്ട് സൈഡിലാ. നല്ല തത്വം, സൂപ്പറായി. ബേബി, അത് നോക്ക്, രണ്ട് ചെക്കന്മാര് നടന്നു വരുന്നത്. ല്ലോ ഓക്കെ. അടുത്ത തത്വം കേൾക്കാനല്ലേ? അവര് നല്ല തിക്ക് ഫ്രണ്ട്സ് ആയിരിക്കും, ഉറപ്പാ. ഔ, ഇനിയിപ്പോ അടുത്ത തത്വം എന്താണാവോ? അവര് ആ ഫ്രണ്ട്ഷിപ്പ് ഒരു നല്ല രീതിയിൽ നിലനിർത്തുന്നോണ്ടാണ് ഒരു സക്സസ്ഫുൾ ആവുന്നത്. അതുപോലെയൊക്കെ ആവണ്ടേ എമ്പക്കും. അതുപോലെ തന്നെയാണല്ലോ നമ്മള് നല്ല ഫ്രണ്ട്സ് അല്ലേ? എടി, അതല്ല ഞാൻ പറയുന്നത്, മനസ്സിലാവത്തോലെ കളിക്കല്ലേ. എന്താ അവിടെ? അത് ഓൻ്റെ കൂടെ ഒന്നുമില്ല ഏട്ടാ, അവനെ കണ്ടപ്പോ അവിടെ നിന്നാ. ഇതൊക്കെ ആരാ പറയോ? വെമ്മാരിക്കൊക്കെ നേരത്തെ അറിയാലോ. ഇതിന്റെ ഏട്ടന്മാരാ. മോനെ, ഓവർ കളിക്കല്ലേ, അധികം നേരം അവിടെ നിൽക്കണ്ട കേട്ടോ, സീനാവേ. വിട്ടോ, ഇവിടുന്ന് ചുറ്റി കളിക്കണ്ട. ഓക്കെ ഓക്കെയോ? ഞാൻ പോവാടെ, അധികം നേരം നിൽക്കില്ല, ഞാൻ പോവാ. പോവാൻ പറഞ്ഞിട്ട് എന്താ തൊള്ളും കാട്ടിക്കണേ? വേഗം പോവാൻ നോക്ക്. ഞാൻ പോവും ഞാൻ മക്കളെ. അടക്കള ദേ, അനക്ക് അന്ന് തരാൻ വെച്ചതായി കേട്ടോ. പോയിക്കോ, പോടാ. അളിയനായിപ്പോ അല്ല, ഞാൻ തല്ലേനി. അളിയന്മാരോടുള്ള സ്നേഹം കൊണ്ട് അപ്പു ഇപ്പൊ തൽക്കാലത്തേക്ക് വിട്ട പോലെ എനിക്ക് തോന്നി. അവൻ്റെ യാത്ര നാട്ടിലൂടെ തന്നെ തുടരുകയാണ്. അവൻ അങ്ങനെ നടന്ന് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. ചെറുതാണെങ്കിലും അവൻ്റെ മനസ്സിലും ചെറിയ രീതിയിലൊരു ശത്രുത ഇല്ലാതെ നിൽക്കില്ല. ഇതിനു മുമ്പ് അവനെ കണ്ടപ്പോൾ സോനുവിന് വേണ്ടി തിരിച്ചടിച്ച അപ്പുക്കുട്ടൻ ഇപ്രാവശ്യം കൈ പൊക്കിയില്ല പാറുവിന് വേണ്ടി. ഇനി പാറുവിന് വേണ്ടി അപ്പുക്കുട്ടൻ അവരെ തല്ലാതെ നിൽക്കുമോ? പാറുവിൻ്റെ പിന്നാലെ അപ്പുക്കുട്ടൻ പോവുമോ? സോനു പാറുവിനെ കണ്ടിട്ട് പേടിച്ചാണോ ഓടിയത്? ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതൊരു തല്ലിലായിരിക്കോ അവസാനിക്കുക? അപ്പുക്കുട്ടൻ മുന്നോട്ടേക്ക് വെച്ച കാല് മുന്നോട്ടേക്ക് എന്നുള്ള രീതിയിൽ തന്നെ അങ്ങനെ തന്നെ അങ്ങോട്ട് പോയിക്കൊണ്ട് നിൽക്കുക. എന്തായാലും അവൻ്റെ യാത്ര തുടരട്ടെ. അവൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവുമല്ലോ.